ഹലോ ഹായ് മുത്തുമണീസുകളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നല്ല മുല്ലൻ്റെ കമ്പ് കിട്ടീന് കേട്ടോ. നമുക്ക് നല്ല ഉണ്ട മുല്ലൻ്റെ കമ്പാണ്. അപ്പോൾ ആ ഒന്നൊന്ന് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച്. ഇത് ഒരുപാട് ദിവസമായിട്ട് ഇങ്ങനത്തെ ഞാൻ നല്ലൊരു മുല്ല കിട്ടി നമുക്ക് വളർത്തണം എന്നുള്ളത്. അപ്പോൾ ഞാൻ നട്ട് പിടിപ്പിക്കുന്നത് കണ്ടോ, എന്താ ചെറിയ ഇങ്ങനത്തെ കവറിലാട്ടോ. നമ്മൾ എല്ലാ സംഗതികളും ഇങ്ങനത്തേലാണ് ഞാൻ നട്ട് പിടിപ്പിക്കൽ. ഇതിന് ഉണ്ടായതിൻ്റെ ശേഷമാണ് പിന്നെ വലിയ ചട്ടിയിലേക്കോ ചാക്കിലേക്കോ ഒക്കെ മാറ്റൽ കേട്ടോ. അപ്പോൾ അതാ ഞാൻ മണ്ണ് ഓൾറെഡി ഇവിടെ റെഡിയാക്കി വെച്ചിന് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ കവറിലേക്ക് അങ്ങോട്ട് നിറച്ച് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടമുല്ലയൊക്കെ ഉണ്ടാവുമല്ലോ, ഇത് നീണ്ട് ഇങ്ങോട്ട് പോകില്ല. ഇത് കുറ്റിയായിട്ട് ഉണ്ടാകുന്ന ഒരു ഉണ്ടമുല്ല കേട്ടോ. നല്ല ഭംഗിയാണ്. വീട്ടുമുറ്റത്തൊക്കെ അങ്ങനത്തെ രണ്ടെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലുമാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉണ്ടായി കിട്ടിയാൽ മതി. ഒന്ന് നട്ട് പിടിപ്പിച്ച് നോക്കട്ടെ. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഈ മുല്ല ഇങ്ങോട്ട് പിടിക്കണില്ല, അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് കമ്പ് കിട്ടിയപ്പോൾ അത് നട്ട് പിടിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം നല്ല സമയമാണല്ലോ നട്ട് പിടിപ്പിക്കാൻ. അപ്പോൾ അതാ ഞാൻ കവറിലൊക്കെ ഇതുപോലെ മണ്ണ് നിറച്ച് റെഡിയാക്കി വെച്ച്. ഇനി നമുക്ക് ഓരോ കമ്പ് എടുത്തിട്ട് ഇതിൽ ഒരു കമ്പല്ല, ഇത് കുറച്ചധികം കമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3-4 കമ്പ് വെച്ചിട്ട് ഒന്നിച്ചിങ്ങോട്ട് ഈ കവറിലേക്കായിട്ട് നട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബിസ്മിയൊക്കെ ചെല്ലുക കേട്ടോ നട്ടത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുല്ല ഉണ്ടായി കിട്ടണം എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു മുല്ലയാണല്ലോ ഉണ്ടമുല്ല എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റേ മുല്ല നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങോട്ട് ഇങ്ങോട്ട് പോയിന്. എന്നാലും അതും നല്ല തന്നെ, നല്ലൊരു സ്മെല്ലാണ് പൂവൊക്കെ ഉണ്ടായാലും മുല്ലേൻ്റെത്. ആരൊക്കെ എടുത്താണ് മുല്ല ഉള്ളത് എന്നുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് ഓരോന്നായിട്ട് ഇങ്ങനെ നട്ട് കൊടുക്കുക. ഇന്നിപ്പോൾ നല്ലൊരു കാലാവസ്ഥ, നല്ലൊരു വെയിലും നമുക്കിന്ന് പറ്റിയൊരു ദിവസം കേട്ടോ. വീടൊക്കെ ക്ലീനാക്കാനും മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ഇന്നിപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി പുല്ലൊക്കെ പറിച്ച് ഇന്നൊരു സേവനവാരം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കിയാൽ ഒരു പ്രത്യേക ഒരു ഇതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് അങ്ങനെ ചെയ്താണ്ടല്ലോ നമ്മളെ വീടും പറമ്പും ഒക്കെ ഒന്ന് വൃത്തിയായി കിട്ടും. അപ്പോൾ ഞാൻ അതൊക്കെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ മുല്ലൻ്റെ കമ്പ് ഇങ്ങനെ ഇന്നിപ്പോൾ എനിക്കൊരാൾ തന്നത് എനിക്ക് വേണമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണമെന്ന് തന്നെ വേഗം പോയി ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് വേഗം ഇതുപോലെ അങ്ങോട്ട് നട്ട് പിടിപ്പിക്കാം കേട്ടോ. കണ്ടില്ല എങ്ങനെ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കാം. ഇതുണ്ടായി കിട്ടിയാൽ മതിയേനെ. ഇതുണ്ടായിട്ട് വേണം, ഇതൊന്ന് പിടിച്ച് വന്നിട്ട് വേണം നമുക്കിത് ചാക്കിലേക്ക് നട്ട് പിടിപ്പിക്കാൻ. ചാക്കിലേക്കോ പിന്നെ ഗ്രോ ബാഗ് അങ്ങനത്തേലൊക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഉഷാറിൽ തന്നെ ഞാനിത് നട്ട് വെച്ചതിന് ശേഷം നല്ലോണം ഇങ്ങോട്ട് അമർത്തി കൊടുക്കാം കേട്ടോ. ഇപ്പം നമുക്കൊരു വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്തേക്കാട്ട് മാറ്റി വെക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങോട്ട് മഴയും കൊള്ളരുത്, അത്യാവശ്യം മഴ വേണം, വെള്ളം കിട്ടും വേണം കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലൊക്കെ ഒക്കെ ഒന്ന് സെറ്റാക്കി ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ നമുക്കൊക്കെ റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഞാനിത് ഓരോന്നായിട്ട് നമ്മൾ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് അങ്ങോട്ട് കൊണ്ടുപോയി വെക്കട്ടെ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, ചെടി പിന്നെ അതുപോലെ ഉള്ളി ഇഞ്ചിയൊക്കെ നട്ട് പിടിപ്പിച്ചിന്. അതൊക്കെ ഒന്ന് ഞാൻ മാറ്റിയിട്ടു. അതൊക്കെ ഒന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വെച്ച്. അതൊക്കെ അത്യാവശ്യം ഉണ്ടായി വന്നണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പുതിയത് ഇങ്ങനെ നട്ട് പിടിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിന്, കുറച്ചൊക്കെ ഒന്ന് ചാക്കിട്ട് വെച്ചത്. അതെന്താ നമ്മളുള്ള ചളികളൊക്കെ ഒന്ന് കോരി മാറ്റി. പിന്നെ ഇങ്ങനെ ചളി ഇങ്ങനെ ആവേണ്ട, മഴ പെയ്താലേ അതുകൊണ്ട് ചാക്കൊക്കെ ഇട്ട് മുറ്റത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചു. അതിന് മഴ പെയ്തൊന്ന് ഉറച്ചിട്ട് നമുക്ക് അതിനകത്ത് മാറ്റും വേണം. അപ്പോൾ നമ്മളെ ചെടികൾ ഇതാട്ടോ, ഇവിടെ നമ്മളെ മുല്ലച്ചെടി ഞാൻ ഇപ്പോൾ ഉണ്ടാവുന്നോടം വരെ ഒന്ന് ഇവിടേക്ക് വെച്ചതാണ്. പിന്നെ മഴ ആയാൽ പിന്നെ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ വീട്. അപ്പോൾ ഇവിടെ ഒക്കെ ഒന്ന് തേച്ച് കഴുകാനാണ്. ഇനിയിപ്പോൾ പൈപ്പ് വെള്ളം വരുന്ന സമയത്ത് ഇവിടെ ഒക്കെ നല്ലോണം ഒന്ന് നമുക്ക് തേച്ച് കഴുകും വേണം. പൈപ്പ് പിടിച്ചായിട്ട് തേച്ച് കഴുകിയാലൊന്ന് വൃത്തിയാവുള്ളൂ. അപ്പം നമ്മളെ ചെടിയൊക്കെ നട്ട് പിടിപ്പിച്ച് ഇവിടെ റെഡിയാക്കി ഇങ്ങോട്ട് വെച്ചിന്. ഇനി ഉണ്ടായാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മളെ തക്കാളിത്തായി ഉണ്ടല്ലോ, ഒന്നര നട്ട് പിടിപ്പിച്ചിനത്. അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ, കെട്ടി തൂക്കിയിട്ട്. അതിപ്പോൾ ഓരോരുത്തർ കാണുമ്പോൾ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ നട്ടാൽ ഉണ്ടാവുമല്ലേ എന്നൊക്കെ. ഞാൻ പറഞ്ഞു നമ്മളൊരു പരിശ്രമമല്ലേ നമ്മൾ ചെയ്ത് നോക്കാൻ ഉണ്ടാവുമല്ലേ എന്നുള്ളതെന്ന്. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം കേട്ടോ അങ്ങനെ നട്ടിട്ട്. അപ്പോൾ അതൊന്നും ഉണ്ടായി കിട്ടിയാൽ മതി. നമ്മളത് ഉണ്ടാവുന്നുള്ളൊരു പ്രതീക്ഷ തന്നെ, ഒന്നും വാടിയിട്ടൊന്നുമില്ല, ഉഷാറിൽ തന്നെ നമ്മൾ തക്കാളിത്തായി നിൽക്കുന്നുണ്ട്. നമ്മളെല്ലാ സംഗതികളും നട്ടത് ഇതുവരെയൊക്കെ എല്ലാം ഒരു വിധമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ മുല്ലേൻ്റെ കമ്പ് നട്ട് പിടിപ്പിച്ചതാണിത്. ഇങ്ങനെ ഉണ്ട്. ആരൊക്കെ എടുത്താണ് മുല്ല ഉള്ളതെന്നൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഓക്കേ.